പ്രിയ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ഒരു കൂടിച്ചേരലിൻ്റെ ഒരു പ്രത്യേകത ഇത് വളരെ പ്രധാനമാണ്. നമുക്കറിയാം, വെൽഫെയർ പാർട്ടി ഉണ്ട്, അതുപോലെ SDPI ഉണ്ട്, അതുപോലെ വിവിധ ദലിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടുള്ള വിവിധ സംഘടനകളും. ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരുപക്ഷെ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഒരു കൂടിച്ചേരൽ കൂടിയാണത്. അതോടൊപ്പം ചില ഇടത് സംഘടനകളുമുണ്ട്. മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളോ ആരും നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് തോന്നുന്നു. ഒരുപക്ഷെ ജനങ്ങളുടെ മുന്നേറ്റത്തിനായുള്ള ജനങ്ങളുടെ വിമോചനത്തിനായുള്ള പോരാട്ടത്തിൽ നമ്മളൊക്കെ തന്നെ കാണൂ എന്നുള്ളതാണ്. ഒരുപക്ഷെ RSSനെതിരായ അല്ലെങ്കിൽ ഹിന്ദുത്വക്കെതിരായ പോരാട്ടത്തിൽ നമ്മളൊക്കെ തന്നെ കാണൂ എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഉണ്ടാവേണ്ടുന്നൊരു സന്ദർഭമാണിത് ഞാൻ കരുതുന്നു. ഞാനിത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. കാരണം നമുക്കറിയാം, നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ പാലക്കാടൊക്കെ വെച്ച് കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. നമ്മളൊക്കെ ഇടതുപക്ഷക്കാരാണ് എന്ന് വിശ്വസിക്കുന്നവരൊക്കെ ചെങ്കാവികളായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നമുക്കറിയാം, പലരും സന്ദർഭം വരുമ്പോഴൊക്കെ അവരുടെയൊക്കെ നമ്മളൊക്കെ പറയുക കാവിക്കോണകം എന്നാണ്. ഈ കാവിക്കോണകം പുറത്തു വരുന്ന ഒരു തരം അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. സന്ദർഭം വരുമ്പോൾ അവരതൊക്കെ പുറത്താക്കും, യാതൊരു മടിയുമില്ല. സന്ദർഭം വരുമ്പോൾ പുറത്താവും എന്നുള്ളത് തന്നെയാണ്. ഇത് മറ്റൊന്നുകൊണ്ടും പറയുന്നതല്ല. ഒരു മനുഷ്യനെ പാലക്കാട് കൊല ചെയ്തപ്പോൾ, ഒരു മനുഷ്യനെ ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള മുസ്ലിം ആണ് എന്ന് തെറ്റിദ്ധരിച്ച് കൊല ചെയ്തപ്പോൾ അതിനെതിരെ ഇവിടെ വലിയ തോതിൽ പ്രതികരിക്കുന്ന സാംസ്കാരിക കേരളത്തിന്റെ നായകന്മാരൊക്കെ ഉണ്ട്. ഒരാളുടെ ഇന്ന് ഈ സമയം വരെ ഒരു സാംസ്കാരിക നായകരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടായിട്ടില്ല, പ്രതിരോധമുണ്ടായിട്ടില്ല. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ഇടത് സംഘടനകളിൽ നിന്നും ഇതിനെതിരെ പ്രതിഷേധം നടന്നിട്ടില്ല. ഈ സമയത്ത് ഇതിന് തൊട്ടപ്പുറത്ത് DYFIയും അതുപോലെയുള്ള എന്താ പറയുക, മുഖ്യധാര ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഗാന്ധിയുടെ ഈ രക്തസാക്ഷി ദിനമായതുകൊണ്ട് അതൊക്കെ അവർ നടത്തുന്നുണ്ട്. അപ്പുറത്ത് അതൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പാലക്കാട് ജില്ലയിലെങ്കിലും ഈ രീതിയിൽ ആൾക്കൂട്ട വിദ്വേഷ വംശീയ ആൾക്കൂട്ട കൊലയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം അവർക്ക് നടത്താൻ കഴിയാത്തത് എന്നുള്ളത് ആലോചിച്ചാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാവും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ നമുക്കറിയാം, ഇവിടെ അബ്ദുൾ ജബ്ബാർ ഇരിക്കുന്നുണ്ട്. ഈ കൂടിച്ചേരലിന് പോലും കാരണക്കാരനായിട്ടുള്ളത് ഈ അബ്ദുൾ ജബ്ബാർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പറയാനുള്ളത്, അബ്ദുൾ ജബ്ബാർ എന്ന് പറയുന്ന മലപ്പുറത്തുകാരൻ കൊല ചെയ്യപ്പെട്ടിട്ട് കേരളത്തിന്റെ സംസ്ഥാന ഭരണകൂടം ഒരു ഫോൺ കോൾ കൊണ്ട് പോലും കർണാടക സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യാതൊരു വിധത്തിലുള്ള എന്താണ് പറയേണ്ടത്, സഹായധനങ്ങൾ ഒന്നും കേരള സർക്കാരോ കർണാടക സർക്കാരോ ഇതുവരെ കൊടുത്തിട്ടില്ല. നമ്മളുടെ പോരാട്ടം, ഈ കൂട്ടായ്മയുടെ പോരാട്ടം, ഈ ആക്ഷൻ കൗൺസിലിന്റെ പോരാട്ടം ആ നിലയിലേക്ക് മാറേണ്ടതുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അത്തരം കാര്യങ്ങളിൽ. അതുപോലെ കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് നടന്നിട്ടുള്ള ഇതേ രീതിയിൽ നടന്നിട്ടുള്ള ഒരു പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു മനുഷ്യനെ, ഇവിടെ ബാർബറായിട്ട് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. മരണം തത്സമയത്ത് സംഭവിച്ചത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് എന്നൊക്കെ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടെങ്കിലും അദ്ദേഹത്തിനെതിരെ തൊട്ട് ദിവസം തലേന്ന് നടന്നിട്ടുള്ള വലിയ തോതിലുള്ള മർദ്ദനവും അതുപോലെ കൊലപ്പെടുത്തും, പെട്ടിയിലാക്കും എന്നൊക്കെയുള്ള ആഹ്വാനം ഒക്കെയാണ് അതിന്റെ പുറകിലുള്ളത് നമുക്കറിയാം. അപ്പൊ ഈ രീതിയിലുള്ള കൊലകൾ നടക്കുന്നവരുടായിട്ട് കേരളം മാറുമ്പോൾ ഇവിടെ വലിയ പുരോഗമനം പറയുന്നവരൊക്കെ എവിടേക്കാണ് പോയി ഒളിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതുപോലെ ഇവിടെ നമുക്കറിയാം, രാംനാരായൺ ബാഗേലിന്റെ കുടുംബത്തിന് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ സഹായധനം വാങ്ങിക്കൊടുക്കുന്നുള്ള ഉത്തരവാദിത്വം നമ്മളെ പോലെയുള്ള മനുഷ്യർക്ക് ഉണ്ട്, ഇവിടെ കൂടിയവർക്കുണ്ട്, നമ്മളൊക്കെ ആക്ഷൻ കൗൺസിലിനുണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ പറയുമ്പോഴും നമ്മളൊരു കാര്യം മറന്നുകൂടാ. കേരളം ഈ രീതിയിലുള്ള വംശീയ കൊലകൾക്ക് ഹിന്ദുത്വ വംശീയ കൊലകളുടെ ഒരു ഇടമായിട്ട് വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കേണ്ട നമുക്കറിയാം. ഇന്ത്യ ആ രീതിയിലുള്ള വലിയ മാറ്റങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ 2020 ഞാൻ വിശദീകരിക്കുന്നില്ല, 2023 നടന്നിട്ടുള്ള ഈ വിദ്വേഷ കൊലകൾ അല്ലെങ്കിൽ വിദ്വേഷ ആക്രമണങ്ങളെക്കാളൊക്കെ 93% അത് 2026 എത്തുമ്പോൾ വർദ്ധിച്ചിട്ടുള്ളത്. അതിന്റെ കണക്ക് നമ്മൾ മനസ്സിലാക്കണം. 93% ഒക്കെ വിദ്വേഷ പ്രചാരണം, വിദ്വേഷ ആക്രമണം മാറി എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. 2025 ഈ വിദ്വേഷ ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്ന ഹെയ്റ്റ് ലാബ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. 2025 1316ഓളം വംശീയ ആക്രമണങ്ങൾ, അത് കൊല്ലുകയും മൃതപ്രായരാക്കും ചെയ്തിട്ടുള്ള ആക്രമണമാണ്.
അതിലെ 1116 മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയാണ് നടന്നിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം. ബാക്കി ദലിതർക്കും പിന്നെ ക്രൈസ്തവർക്കും എതിരെയാണ്. അപ്പൊ ഈ രീതിയിൽ വലിയ തോതിൽ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കേരളവും അതിന് പറ്റിയ ഒരിടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കൂട്ടുനിൽക്കുന്നവർ എന്തൊക്കെ വന്നാലും അധികാരമാണ് പ്രധാനം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് പ്രധാനം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതിന്റെ ഒക്കെ അപ്പുറത്ത് മനുഷ്യർക്ക് സമാധാനമായി ജീവിക്കാനുള്ള ഒരിടായിട്ട് കേരളം അല്ലെ, എല്ലാവർക്കും സമാധാനമായി ജീവിക്കാനുള്ള ഒരിടായിട്ട് കേരളത്തെ മാറ്റാനുള്ള ഉത്തരവാദിത്വം നമുക്കൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ സോക്കാളുടെ പുരോഗമനക്കാരൊന്നും ഇതിന് കൂടെ ഉണ്ടാവുമെന്ന് കരുതേണ്ടതില്ല. അവരൊക്കെ കൂടെ വരികയാണെങ്കിൽ നല്ല കാര്യം. അല്ലെങ്കിൽ ഈ രീതിയിൽ അടിച്ചമർത്തപ്പെടുന്ന വിഭാഗങ്ങളുടെ കൂട്ടായ്മ പിന്നെ അതാണ് വരും കാലം ഒരു കേരളത്തെ ഇന്ത്യയെ ഒക്കെ നയിക്കാനുള്ളത്. നമുക്കറിയാം, അടിച്ചമർത്തപ്പെടുന്ന മതന്യൂനപക്ഷങ്ങൾ, മുസ്ലിം ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾ, അതോടൊപ്പം ദലിത് ആദിവാസി വിഭാഗങ്ങൾ, ആ രീതിയിലൊക്കെയുള്ള രാഷ്ട്രീയം വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. അതാണ് നമുക്കൊക്കെയുള്ള വഴി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. തീർച്ചയായും ഇവിടെ നിൽക്കുന്ന ഹിന്ദുത്വ ഫാസിസത്തെയും അതുപോലെ സോഷ്യൽ ഫാസിസത്തെയും ഒക്കെ കണക്ക് പറഞ്ഞ് നേരിടാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ആ പണി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ആ രീതിയിൽ മാത്രമാണ് നമുക്ക് ഈ രീതിയിലുള്ള വിദ്വേഷ കൊലകളെ ഇല്ലാതാക്കുന്നതിന് കഴിയുള്ളൂ. വിദ്വേഷ പരാമർശം ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. തഹസിൻ പൂനെവാല പിന്നെ ഒരു ഇതുണ്ട്, സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. ആ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് ശരിക്കും 2018 അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. 2018 വന്നിട്ടുള്ള ആ ഒരു ഉത്തരവ് കേരള സർക്കാർ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ 2018 വന്നിട്ടുള്ള അനുസരിച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ ഹെയ്റ്റ് സ്പീച്ച് നടക്കുകയാണെങ്കിൽ, എവിടെയെങ്കിലും വിദ്വേഷ പ്രചാരണം നടക്കുന്നുണ്ടെങ്കിൽ, വിദ്വേഷ സംസാരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, 3-4 ആളോ കൂടി നിന്ന് വിദ്വേഷം സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്താനും, ഇവിടെ ക്രൈം ബ്രാഞ്ചൊക്കെ വളരെ നന്നായിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ ഇത് കേട്ടുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടാവും. അവർക്കൊക്കെ വലിയ ശേഷിയുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നതിന്. അപ്പൊ ഈ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഒരു ജില്ലയിൽ പോലീസ് ഉദ്യോഗസ്ഥർ അതിനു വേണ്ടിയിട്ട് പ്രത്യേക ടീമിനെ എന്താ പറയാ നിശ്ചയിച്ചുകൊണ്ട് ഈ രീതിയിലുള്ളതിനെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം, ഈ രീതിയിലുള്ള ഹെയ്റ്റ് സ്പീച്ച് നടക്കാതിരിക്കുന്നതിനും അതുപോലെ വിദ്വേഷ ആക്രമണങ്ങൾ നടക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഈ ഗൈഡ് ലൈൻസ് കേരള സർക്കാർ നടപ്പാക്കണം. 2018 മുതൽ 2026 നടപ്പാക്കിയിട്ടില്ല. ഇനിയെങ്കിലും അതിനുള്ള ശ്രമം നടത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻ കൗൺസിലും ഇന്നിവിടെ കൂടിയിട്ടുള്ള കൂട്ടായ്മയും ഒക്കെ ആ ഒരു കാര്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് തന്ന ഇത്രയധികം സമയം എനിക്ക് തന്നതിന് നന്ദി അറിയിച്ചുകൊണ്ട് ഇതിന്റെ ഭാഗമായി ഞാനും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ.